പുരുഷനായി പിറന്ന് സ്ത്രീയായി ജീവിക്കാൻ ആഗ്രഹിച്ച് ചികിത്സ നടത്തുന്ന ആളാണ് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരം ജാസി. കൊല്ലം കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ കമ്മിറ്റിക്കാർ ജാസിയോട് മോശമായി പെരുമാറിയത് വിവാദമായിരുന്നു. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിൽ ചമയവിളക്ക് കാണാൻ ജാസി പോകുകയുണ്ടായി. പുരുഷന്മാർ ആഗ്രഹ സാഫല്യത്തിന് പെൺവേഷത്തിലെത്തി വിളക്കെടുക്കുന്ന ചടങ്ങ് ഇവിടെയുണ്ട്. തന്റെ സുഹൃത്തിനെ ഒരുക്കാനായാണ് ജാസി എത്തിയത്. ക്ഷേത്രത്തിലെത്തി ചടങ്ങുകൾ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനിടെ സംഘാടകർ ജാസിയെ തടയുകയുണ്ടായി. ഇതേക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ ജാസി. കൊറ്റംകുളങ്ങര ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ വിളക്കെടുക്കാൻ ആഗ്രഹിക്കുന്നതായി ദുബായിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞിരുന്നു. എന്നോട് മേക്കപ്പ് ചെയ്തു തരണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. അന്ന് തൃശ്ശൂർ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു. എങ്കിൽ അവർ നിർബന്ധിച്ചതിൽ ഞാൻ കൊല്ലത്തേക്ക് പോയി. അങ്ങനെ അവനെ ഒരുക്കി. എനിക്ക് കുട്ടിക്കാലം മുതലേ വിഗ്രഹങ്ങളും അമ്പലങ്ങളും പള്ളികളും കൊത്തുപണികളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനാൽ ഞാനും കൂടെ പോകാമെന്ന് തീരുമാനിച്ചു. ഞാൻ വിളക്കെടുക്കാൻ പോയതല്ല. കാരണം അവിടെ വിളക്കെടുക്കുന്നത് പുരുഷന്മാരാണ്. സ്ത്രീകളോ സ്ത്രീകളായി കൊണ്ടിരിക്കുന്നവരോ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ളവരോ അല്ല വിളക്കെടുക്കുന്നത്. പുരുഷന്മാർ സ്ത്രീ വേഷം കെട്ടിയാണ് വിളക്കെടുക്കുന്നത്. അമ്പലത്തിലെത്തിയപ്പോൾ നല്ല തിരക്കുമുണ്ട്. കുറെ ഓൺലൈൻ മീഡിയക്കാരും ഉണ്ടായിരുന്നു. ഞാൻ മാറി നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് കമ്മിറ്റിക്കാർ വരുന്നത്. എന്താണ് ഇവിടെ നിൽക്കുന്നത്, വിളക്ക് എവിടെയെന്നും അവർ ചോദിച്ചു. വിളക്കെടുക്കാൻ വന്നതല്ലെന്ന് പറഞ്ഞപ്പോൾ എന്തിനാണ് പിന്നെ ഒരുങ്ങി വന്നത് എന്ന് ചോദിച്ചു. സുഹൃത്തിന്റെ കൂടെ വന്നതാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നുമില്ല. ഓൺലൈൻ മീഡിയക്കാരും താൻ സ്ത്രീയായി കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നും വിളക്കെടുക്കാൻ വന്നതല്ലെന്നും പറഞ്ഞു. അവർ എടുത്ത തന്റെ ഇന്റർവ്യൂകളും കാണിച്ചു കൊടുത്തു. അങ്ങനെയാണ് അവർക്ക് കാര്യം മനസ്സിലായത്. യൂട്യൂബിൽ എന്നെ പിന്തുണച്ചാണ് സംസാരിച്ചത്. എന്നാൽ താറടിക്കാൻ ശ്രമിച്ചവരുമുണ്ട്. വർഗീയമാക്കാൻ ശ്രമിച്ചു. ജാസി ബീഫ് കഴിച്ചാണ് വന്നതെന്ന് പറഞ്ഞ ഒരാളുണ്ട്. പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നെ വെച്ച് വീഡിയോ ചെയ്തു. എന്റെ പച്ചമാംസം കഴിച്ച് ജീവിക്കുന്ന വ്യക്തിയാണ്. അയാളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അയാളാണ് വർഗീയമാക്കിയത്. അയാൾ പറഞ്ഞത് ജാസി പത്തിരിയും ബീഫും കഴിച്ചിട്ടാണ് അമ്പലത്തിൽ കയറിയത് എന്നാണ്.